ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ അംബ്രല്ല ഫ്രോക്കിൻ്റെയൊക്കെ അടിവശം തയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അടിവശം ക്രോസ് ആയിട്ടുള്ള ഗൗണിൻ്റെയൊക്കെ അടിവശത്തിൽ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഇതിങ്ങനെ ചുളുങ്ങി വരികയും അതുപോലെ ഇങ്ങനെ ഞെളിഞ്ഞും പിരിഞ്ഞും ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ അടിവശം ഇങ്ങനെ ഞെളിഞ്ഞും പിരിഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ അല്ലാതെ എങ്ങനെ അടിക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ ക്രോസ് പീസിൻ്റെ അടിവശത്തെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1/4 ഇഞ്ച് വീതിക്ക് മടക്കിയിട്ട് നമ്മളിങ്ങനെ പ്രഷറിൽ അതിൻ്റെ ആ എഡ്ജിലൂടെ നമ്മളിങ്ങനെ അടിക്കണം. അപ്പോൾ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെൻ്റെ കൈ ആ പ്രഷറിൻ്റെ ബാക്കിലേക്ക് വരുന്ന തുമ്പിനെ എൻ്റെ കൈ കൊണ്ട് ഞാനിങ്ങനെ തടഞ്ഞു പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രഷർ തള്ളി പുറകിലേക്ക് വിടുന്ന ആ പീസിനെ എൻ്റെ വിരൽ കൊണ്ട് ഞാനിങ്ങനെ ഒതുക്കി പിടിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ ആ വിരൽ കൊണ്ട് ഞാൻ ബാക്കിലേക്ക് വരുന്ന തുമ്പിനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ആ പ്രഷറിൻ്റെ ബാക്കിൽ ഞാൻ എൻ്റെ കൈ വെച്ചുകൊണ്ട് പ്രഷറിൻ്റെ ബാക്കിലേക്ക് തള്ളി വിടുന്ന പീസിനെ ഞാനിങ്ങനെ ഒതുക്കി പിടിക്കുകയാണ്. കണ്ടോ, അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് അടിക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ ബാക്കിലേക്ക് തള്ളുന്ന ആ പീസിനെ ഞാൻ വിരലുകൊണ്ട് ഇങ്ങനെ ആ പ്രഷറിനോട് ചേർത്ത് ഇങ്ങനെ ഒതുക്കി പിടിക്കും. അങ്ങനെ അത് ഫുള്ളായിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചെടുത്തു. അത് ഇനി നമ്മൾ രണ്ടാമത് ഒരു 1/4 ഇഞ്ച് വീതിക്ക്, അതായത് നമ്മൾ ആദ്യം മടക്കിയ അതേ വീതിക്ക് തന്നെയോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതിക്കോ നമ്മൾ മടക്കിയെടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ നമ്മൾ അടിക്കുകയാണ്. ഈ രണ്ടാമത് നമ്മൾ അടിക്കുമ്പോഴും ആ പ്രഷറിൻ്റെ പുറകോട്ട് തള്ളി വിടുന്ന ആ പീസിനെ നമ്മൾ പ്രഷറിലേക്ക് ചേർത്ത് ഒതുക്കി പിടിക്കണം. നിങ്ങൾ ആ പ്രഷറിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിരലുകൊണ്ട് ഞാൻ അത് ഒതുക്കി പിടിക്കണത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ പ്രഷർ ബാക്കിലേക്ക് തള്ളുന്ന ആ പീസിനെ നമ്മുടെ ഒരു വിരൽ കൊണ്ട് നമ്മളിങ്ങനെ പ്രഷറിലേക്ക് തന്നെ ഒതുക്കി പിടിക്കണം. അങ്ങനെ നമ്മൾ അത് ഫുള്ളായിട്ട് അരികു വഴി മാത്രം ശ്രദ്ധിച്ച് കഴിയുന്നതും ഒരേ വീതിക്ക് തന്നെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. എപ്പോഴും ആ അടിച്ച് തുടങ്ങുന്നിടം മുതൽ അവസാനിക്കുന്നത് വരെ നമ്മൾ ആ പ്രഷറിൻ്റെ പുറകിലേക്കുള്ള ഭാഗം വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. കണ്ടോ, അത് പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കണ്ടോ, ആദ്യം നമ്മൾ ആ കണ്ടതുപോലെ ഇങ്ങനെ ഞെളിഞ്ഞോ പിരിഞ്ഞോ വലിഞ്ഞോ ഒന്നുമല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ആ തുണിയുടെ അതേ കനത്തിലും ഷേപ്പിലും അതേപോലെ തന്നെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ ആ പ്രഷറിൻ്റെ ബാക്കിൽ ഈ വിരലിങ്ങനെയൊന്ന് ഒതുക്കി പിടിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ നിസാര കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടോ, ഇത് വളരെ ഭംഗിയായിട്ടിരിക്കണം. കണ്ടോ, ഒരു വലിച്ചിലില്ല, ഒരു പൊളവില്ല, ഒരു ഞെളിച്ചിലില്ല, അങ്ങനൊന്നുമില്ല, കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിസാര കാര്യമാണ്. കണ്ട, ഇത് നമ്മൾ കഴിയുന്നത് ഒരേ വീതിക്ക് നമ്മൾ അടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് അവിടെ ഒന്നും ഒരു ചുളുക്കോ ഒരു പൊളച്ചിലോ അങ്ങനെ ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട് നിസ്സാര കാര്യമേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്കിതുപോലെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ അടിച്ചു പോകുമ്പോൾ ആ പ്രഷറിൻ്റെ പുറകിലേക്ക് തള്ളിയിടുന്ന ആ പീസിനെ നമ്മൾ വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.